തൃപ്രസാദം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം പേരും സ്ഥിരമായി ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ്. ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിച്ച ശേഷം നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് ക്ഷേത്ര പ്രദക്ഷിണം. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും വലത്തോട്ട് മാത്രം നടക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറും ഒരു ആചാരത്തിനപ്പുറം ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രവും ആത്മീയ രഹസ്യവുമുണ്ട്. പലരും ഇന്ന് വളരെ തെറ്റായ രീതിയിലാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് വരുത്തുക. ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? ഓരോ ദേവനും എത്ര പ്രദക്ഷിണം വീതമാണ് ചെയ്യേണ്ടത് എന്ന് ആഗമശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഹൈന്ദവ ശാസ്ത്രപ്രകാരം പ്രദക്ഷിണം എന്ന വാക്കിലെ ഓരോ അക്ഷരത്തിനും പ്രപഞ്ചശക്തിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുണ്ട്. പ്ര എന്ന ശബ്ദം സമാധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദ എന്നാൽ മോക്ഷം, ക്ഷി എന്നാൽ പാപമുക്തിയും, ണം എന്നാൽ സർവ ഐശ്വര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന സകല നെഗറ്റീവ് ഊർജങ്ങളെയും മാറ്റി പോസിറ്റീവ് എനർജി തരുന്ന ഒരു ദിവ്യമായ പ്രക്രിയയാണ് പ്രദക്ഷിണം. കുളിച്ച് വൃത്തിയായ വസ്ത്രം ധരിച്ച് അതാതു ദേവന്റെ നാമോച്ചാരണത്തോടെ ക്ഷേത്ര ഗോപുരത്തെ വന്ദിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക. ആദ്യം ഭഗവാന്റെ വാഹനത്തെ വണങ്ങിയ ശേഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ വാഹനത്തെ വന്ദിക്കുന്നതിന്റെ അർത്ഥം ഭഗവാനെ കാണാനുള്ള അനുമതി തേടുക എന്നതാണ്. ചുറ്റമ്പലത്തിന് പുറത്തൂടെ വലം വെച്ച ശേഷം ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ആരംഭിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഗർഭഗൃഹമാണ്, അതായത് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലം. ഇവിടെയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിഗ്രഹ പ്രതിഷ്ഠാ സമയത്തെ മന്ത്രോച്ചാരണങ്ങൾ, തന്ത്രിമാരുടെ പൂജകൾ, താന്ത്രിക വിധികൾ എന്നിവ വഴി ഈ ഊർജം ശ്രീകോവിലിന് ചുറ്റുമുള്ള ഭാഗത്തേക്ക് നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഭൂമിയുടെ കാന്തിക വലയത്തിനനുസരിച്ച് ഈ പോസിറ്റീവ് എനർജി എപ്പോഴും ക്ലോക്ക് വൈസ് അഥവാ വലംപിരിയായിട്ടാണ് സഞ്ചരിക്കുക. നമ്മൾ വലത്തോട്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഈ പോസിറ്റീവ് തരംഗങ്ങളെ പൂർണ്ണമായി ആഗിരണം ചെയ്യുന്നു. ഇത് നമ്മുടെ നാഡീവ്യൂഹങ്ങളെ ഉത്തേജിപ്പിക്കുകയും മനസ്സിന് ശാന്തിയും ശരീരത്തിന് ആരോഗ്യവും നൽകുന്നു. രാവിലെ പ്രദക്ഷിണം ചെയ്താൽ ദുഃഖം അകലുകയും ഉച്ചയ്ക്ക് ചെയ്യുന്ന പ്രദക്ഷിണം ഇഷ്ടലാഭവും വൈകിട്ടത്തെ പ്രദക്ഷിണം പാപമോചനവും നൽകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് തച്ചുശാസ്ത്രത്തിലും ആത്മീയ ഗ്രന്ഥങ്ങളിലും കൃത്യമായി പറയുന്നുണ്ട്. ഘൃതാപൂർണ പയോഘടം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. അതായത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ തൻ്റെ തലയിൽ എണ്ണ നിറച്ച ഒരു കുടം വെച്ച് നടക്കുമ്പോൾ എണ്ണ ഒട്ടും തുളുമ്പിപ്പോവാതെ എത്രത്തോളം ശ്രദ്ധിക്കുമോ അത്രയും സാവധാനത്തിലും ശ്രദ്ധയോടും കൂടി വേണം നമ്മൾ പ്രദക്ഷിണം വയ്ക്കാൻ. നടക്കുമ്പോൾ കൈകൾ നെഞ്ചിനോട് ചേർത്ത് കൂപ്പിപ്പിടിക്കണം. മനസ്സിൽ നമ്മൾ ഏത് ദേവന്റെ മുന്നിലാണോ നിൽക്കുന്നത് ആ ദേവന്റെ ദേവസ്തോത്രങ്ങൾ ഉരുവിട്ട് വേണം പ്രദക്ഷിണം ചെയ്യാൻ. ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നത് അതീവ ഫലദായകമാണ്. യാനി കാനി ച പാപാനി ജന്മാന്തരകൃതാനി ച താനി സർവാണി നശ്യന്തു പ്രദക്ഷിണം പദേ പദേ. ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്തെന്നാൽ ഈ ജന്മത്തിലോ മുൻ ജന്മങ്ങളിലോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞാൻ വയ്ക്കുന്ന ഓരോ പ്രദക്ഷിണ ചുവടുകളിലും നശിച്ചു പോകട്ടെ എന്നതാണ്. അതുകൊണ്ട് ഈ മന്ത്രം മനസ്സുരുത്തി ചൊല്ലി പ്രദക്ഷിണം വയ്ക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ആദ്യത്തെ പ്രദക്ഷിണം കൊണ്ട് ഭക്തർ പാപത്തിൽ നിന്നും മുക്തനാകുന്നു. ദേവദർശന അനുമതിയാണ് രണ്ടാമത്തെ പ്രദക്ഷിണത്തിന്റെ ഫലം. മൂന്നാമത്തെ പ്രദക്ഷിണം കൊണ്ട് ഐശ്വര്യവും സുഖവും ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന നിയമങ്ങളുണ്ട്. പ്രദക്ഷിണം എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് പലർക്കും അറിയില്ല. എപ്പോഴും കൊടിമരത്തിൻ്റെയോ വലിയ ബലിക്കല്ലിൻ്റെയോ പുറകിൽ നിന്ന് വേണം പ്രദക്ഷിണം ആരംഭിക്കാൻ. ഭഗവാനെ തൊഴുതു വണങ്ങിയ ശേഷം മാത്രമേ പ്രദക്ഷിണം തുടങ്ങാവൂ. വീണ്ടും കൊടിമര ചുവട്ടിലെത്തി ഭഗവാനെ വണങ്ങുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർണ്ണമാകും. മറ്റൊരു പ്രധാന കാര്യം, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചെറിയ ബലിക്കല്ലുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവ പ്രപഞ്ചത്തിലെ ഉപദേവതകളുടെ പ്രതീകങ്ങളാണ്. അറിയാതെ പോലും ബലിക്കല്ലുകൾ സ്പർശിക്കാൻ പാടില്ല. ഭക്തന്റെ വലതുവശത്ത് ബലിക്കല്ല് വരത്തക്ക വിധം വേണം പ്രദക്ഷിണം ചെയ്യാൻ. 2 ബലിക്കല്ലുകളുടെ മധ്യത്തിൽ കൂടി നടക്കുകയും അരുത്. അബദ്ധവശാൽ ബലിക്കല്ലിൽ തട്ടിയാലും അതിനെ തൊട്ടു തൊഴാൻ പാടില്ല. അഭിഷേക തീർത്ഥം ഒഴുകുന്ന ഓവിൽ തൊടുകയോ
ഓവിലൂടെ ഒഴുകുന്ന തീർത്ഥം സേവിക്കാനോ പാടില്ല. ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ചു കടന്ന് പ്രദക്ഷിണം വയ്ക്കരുത്. വടക്ക് ഭാഗത്താണ് ശിവസാന്നിധ്യം അഥവാ കൈലാസം. കൈലാസവും ശിവലിംഗവുമായുള്ള ബന്ധം വടക്കുഭാഗത്തു കൂടി കടന്നു പോകുന്നതായി വിശ്വസിക്കുന്നു. ഇത് മുറിച്ചു കടന്നാൽ ശിവലിംഗവും കൈലാസവുമായുള്ള ബന്ധത്തിന് ഭംഗം വരുമെന്ന് വിശ്വസിക്കുന്നതിനാലാണ് ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ചു കടക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ഓരോ ദേവതമാർക്കും ചെയ്യാവുന്ന പ്രദക്ഷിണങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. ഗണപതി ഭഗവാന് 1 പ്രദക്ഷിണം, സൂര്യദേവന് 2 പ്രദക്ഷിണം, പരമശിവന് 3 പ്രദക്ഷിണമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ദേവി, മഹാവിഷ്ണു എന്നിവർക്ക് 4 പ്രദക്ഷിണവും ശാസ്താവിന് 5 പ്രദക്ഷിണവും സുബ്രഹ്മണ്യ സ്വാമിക്ക് 6 പ്രദക്ഷിണവും അരയാലിന് 7 പ്രദക്ഷിണവുമാണ് പറയുന്നത്. ഈ കൃത്യമായ എണ്ണത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വഴി ആ ദേവതയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇനി ഇതിന്റെ ആരോഗ്യവശം നോക്കുകയാണെങ്കിൽ പുലർച്ചെയുള്ള ക്ഷേത്ര പ്രദക്ഷിണം ശരീരത്തിന് വളരെ നല്ലതാണ്. നഗ്നപാതരായി ക്ഷേത്രത്തിലെ കല്ലുകളിലും മണ്ണിലും നടക്കുമ്പോൾ നമ്മുടെ ഉള്ളം കാലിലെ അക്യുപ്രഷർ പോയിന്റുകൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഇത് ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഏറെ സഹായിക്കും. കേവലം ഒരു ആചാരം എന്നതിലുപരി വലിയൊരു ശാസ്ത്ര സത്യമാണ് ക്ഷേത്ര പ്രദക്ഷിണം. ഇനി നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. തിടുക്കം കൂട്ടാതെ പൂർണ്ണ ഭക്തിയോടെ ശരിയായ രീതിയിൽ പ്രദക്ഷിണം വയ്ക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ആത്മീയമായ ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.